നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ത്യ. സ്പെഡെക്സ് വിക്ഷേപണം വിജയകരം. ബഹിരാകാശത്ത് വെച്ച പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പരീക്ഷണ ദൗത്യമായ സ്പെഡെക്സ് വിക്ഷേപണം വിജയകരം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 10-നാണ് ISROയുടെ PSLV-60 റോക്കറ്റ് പറന്നുയർന്നത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളാണ് പ്രധാന പേലോഡുകൾ. കൂടാതെ 24 പരീക്ഷണ ഉപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക. വ്യത്യസ്തമായ 2 ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നതിലൂടെ ISRO ചരിത്രപരമായ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം സ്വായത്തമാക്കിയ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ക്ലബിലേക്ക് ഇന്ത്യയും പ്രവേശിക്കും. 146 ഏക്കർ വരുന്ന ഏലത്തോട്ടം അളന്നു തിട്ടപ്പെടുത്താൻ കൈക്കൂലി. 50,000 രൂപയുമായി സർവേയർ പിടിയിൽ. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ താൽക്കാലിക സർവേയർ വിജിലൻസ് പിടിയിൽ. ഇടുക്കി ദേവികുളം താലൂക്കിലെ സർവേയർ എസ് നിതിനാണ് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം നേര്യമംഗലത്ത് വെച്ച് പിടിയിലായത്. ബൈസൺ വാലി പൊട്ടൻകാടുള്ള 146 ഏക്കർ വരുന്ന ഏലത്തോട്ടം ഡിജിറ്റൽ സർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിനാണ് നിതിൻ കൈക്കൂലി വാങ്ങിയത്. എസ്റ്റേറ്റ് മാനേജറോട് 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെങ്കിലും അത്രയും തുക നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനാൽ 50,000 രൂപ നൽകാൻ നിതിൻ ആവശ്യപ്പെടുകയായിരുന്നു. എസ്റ്റേറ്റ് മാനേജർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി വിജിലൻസ് ആണ് കൈക്കൂലി കൈമാറുന്നതിനിടെ നിതിനെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം. ഒടുവിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് കേന്ദ്രം. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് കേരളത്തിന് ലഭിച്ചു. അതിതീവ്ര ദുരന്തമെന്നാണ് പാർലമെന്റിൽ കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും രേഖാമൂലം അറിയിപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. അതിതീവ്ര ദുരന്തമായി പരിഗണിക്കണമെന്ന് കേരളം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച മന്ത്രിതല സമിതി അതിതീവ്ര ദുരന്തമാണെന്ന് കണ്ടെത്തി. എന്നാൽ കൂടുതൽ സാമ്പത്തിക സഹായം നൽകില്ലെന്നും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം നൽകുന്നതിന് നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി, പ്രതി പിടിയിൽ. തൃശൂർ കുന്നംകുളത്ത് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. നാടൻചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. 55 വയസ്സായിരുന്നു. സംഭവത്തിൽ മുതുവറ സ്വദേശി കണ്ണൻ പോലീസ് പിടിയിലായി. ഇയാളിൽ നിന്നും തൊണ്ടി മുതലായ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നത്. വെട്ടിവീഴ്ത്തിയ ശേഷം കഴുത്ത് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. ഇന്ന് രാത്രി 8 മണിയോടെയാണ് സംഭവം. സിന്ധുവിന്റെ ഭർത്താവ് സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്തേക്കും. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ GCDA നൽകിയ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സംഘാടകരെ ചോദ്യം ചെയ്യുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. എല്ലാ അനുമതികളും എടുത്തിരുന്നോ, എന്തൊക്കെ അനുമതികൾ എടുത്തില്ല എന്ന് അന്വേഷിക്കും. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. വിവിധ വകുപ്പുകളിലെ അനുമതി സംഘാടകർ വാങ്ങേണ്ടതാണ്. എല്ലാം വിശദമായി അന്വേഷിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഇതേ വേദിയിൽ അപകടശേഷവും പരിപാടി തുടർന്നെന്നും പരിശോധിക്കും. സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പരാതി ലഭിച്ചിട്ടില്ല. പരിപാടിയിൽ സിനിമാ നടിയുടെ റോൾ എന്താണെന്ന് പരിശോധിച്ച് ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു.